പാലക്കാട് മത്സരിക്കുന്നത് മമ്മൂട്ടിയുടെ നിഴലായിട്ട് എപ്പോഴും കൂടെ നടക്കുന്ന രമേശ് പിഷാരടിയാണല്ലോ. ഈ CPM ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞ മമ്മൂട്ടി ഇനി എന്തായിരിക്കും പറയുക? എന്തായാലും മാറി നിൽക്കാൻ പറയില്ല എന്ന് മാത്രമല്ല അഭിരാമി, മാറോടണയ്ക്കാനാണ് പോകുന്നത്. ആ ദൃശ്യം ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിനാവശ്യമായ ചില ഇടപെടലുകൾ പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ തന്നെ നടന്നു കഴിഞ്ഞതായാണ് ലഭിക്കുന്ന ഒരു വിവരം. വിജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുമെന്ന് രമേശ് പിഷാരടി തന്നെ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇത് വോട്ട് തട്ടാൻ വേണ്ടി പാലക്കാട്ടെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനം കൂടിയാണ്. മമ്മൂട്ടി രാവിലെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു പ്രഖ്യാപനം പിഷാരടി നടത്തിയിരിക്കുന്നത് എന്നതിൽ തന്നെ അണിയറ നീക്കങ്ങളും വ്യക്തമാണ്. ഈ മമ്മൂട്ടിയുടെ നിഴലായിട്ട് എപ്പോഴും നമ്മൾ കൂടെ കാണുന്ന രണ്ടുപേരുണ്ട്. അതിലൊന്ന് രമേശ് പിഷാരടിയും മറ്റൊരാൾ ആൻഡോ ജോസഫും ആണ്. ഈ രണ്ടുപേരും ഉറച്ച കോൺഗ്രസ്സുകാരാണ് എന്നതും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ ഇതിൽ രമേശ് പിഷാരടി എന്ന് പറയുന്നത് പരസ്യമായി CPMനെയും അതിന്റെ നേതാക്കളെയും ശക്തമായി എതിർക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ മത്സരിച്ച ധർമ്മജൻ ബോൾഗാട്ടിയുടെ പ്രചരണം നയിച്ചത് ഈ പിഷാരടി തന്നെയാണ്. ഇതിനുശേഷം നടന്ന കോൺഗ്രസ് പരിപാടികളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം കോൺഗ്രസിന് വേണ്ടി സജീവമായാണ് രമേശ് പിഷാരടി പ്രചാരണം നടത്തിയിരുന്നത്. ഈ CPM വിരുദ്ധതയാണ് ഇയാളുടെ മുഖമുദ്ര എന്ന് തന്നെ പറയേണ്ടി വരും. പിഷാരടി ഇങ്ങനെ സർക്കാരിനെയും CPMനെയും വിമർശിച്ചു നടക്കുന്ന സമയത്തിന്റെ ഇടവേളകളിൽ പോലും ഇയാളെ ഒപ്പം കൊണ്ടു നടക്കാൻ ഒരു ഉളുപ്പും മമ്മൂട്ടിക്ക് ഇല്ലായിരുന്നു എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. ഈ വയനാട് ടൗൺഷിപ്പ് കാണാനെത്തിയ മമ്മൂട്ടി CPM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖിനോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്നല്ലേ ആളുകൾ വിചാരിക്കുക, അതുകൊണ്ട് മാറി നിന്നാൽ മതി എന്നായിരുന്നു. അതേ മമ്മൂട്ടിയോട് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ട് ചോദ്യങ്ങളാണ്. ഈ CPM ജില്ലാ സെക്രട്ടറി റഫീഖിനോടൊപ്പം നിൽക്കുന്നതിൽ രാഷ്ട്രീയ നിറം കാണുന്ന താങ്കൾ എന്തുകൊണ്ടാണ് CPMനെ കളിയാക്കി കോൺഗ്രസ് വേദികളിൽ തിമിർത്ത് പ്രസംഗിച്ച് നടക്കുന്ന രമേശ് പിഷാരടിക്കൊപ്പം വാഹനത്തിലും പൊതുയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ എന്താണ് വിചാരിക്കുക എന്ന് താങ്കൾ ചിന്തിച്ചിട്ടില്ലേ? ലക്ഷണമൊത്തൊരു കോൺഗ്രസ്സുകാരനെ എപ്പോഴും കൊണ്ടു നടക്കുമ്പോൾ ആളുകൾ വിചാരിക്കാത്തതൊന്നും എന്തായാലും റഫീഖിനോടൊപ്പം ഒരു സെക്കൻഡ് നിൽക്കുമ്പോൾ വിചാരിക്കുകയില്ല എന്ന് മമ്മൂട്ടി തിരിച്ചറിയണമായിരുന്നു. അത് സംഭവിക്കാതിരുന്നത് മമ്മൂട്ടിയുടെ ഒരു അവസരവാദ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗം കൂടിയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ BJP നേതാവ് K സുരേന്ദ്രനുമായിട്ട് വരെ വളരെ അടുത്ത സൗഹൃദമുള്ള നടനാണ് മമ്മൂട്ടി എന്നതും നമ്മൾ മറന്നു പോകരുത്. ഈ കൈരളി ചാനലിന്റെ ചെയർമാനായി മമ്മൂട്ടി തുടരുന്നത് പോലും അദ്ദേഹത്തിന്റെ സിനിമകളുടെ പ്രൊമോഷൻ ഉപയോഗപ്പെടുത്താനാണ് എന്ന വിമർശനം ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് തന്നെ പലതവണ ഉയർന്നിട്ടുണ്ട്. മമ്മൂട്ടി ചെയർമാനായി എന്നതുകൊണ്ട് ഒരു ഗുണവും കൈരളിക്ക് ഉണ്ടായിട്ടില്ല എന്നതും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി മമ്മൂട്ടിയോട് ചോദിക്കാനുള്ള എൻ്റെ രണ്ടാമത്തെ ചോദ്യം, താങ്കൾ രമേശ് പിഷാരടിയുടെ പ്രചാരണത്തിനായി പാലക്കാട് പോകുമോ എന്നതാണ്. ഇതിനുള്ള മറുപടി കൂടി ലഭിച്ചാൽ എല്ലാം പൂർണ്ണമാകും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനുള്ള മറുപടി കൂടി രാഷ്ട്രീയ കേരളം തീർച്ചയായും മമ്മൂട്ടിയിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്.